ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കണ്ടതാണ് ഹംഗറിയുടെ പാർലമെൻറ്റ്. സ്പെഷ്യൽ പാസ് കിട്ടി. അപ്പം അതിനകത്ത് കയറാൻ വേണ്ടി നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. ഒരു എനിക്കൊരു പുതിയ അനുഭവമാണ് ഒരു പാർലമെൻറ്റ് കാണാൻ പോവുക എന്നൊക്കെ ഉള്ളത്. കാരണം ഞാൻ ഇന്ത്യയിൽ നമ്മുടെ പാർലമെൻറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ കാണുന്നത് അവിടുത്തെ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് അവിടെ പരേഡൊക്കെ നടക്കുന്നുണ്ട്. പരേഡ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ബാക്കിൽ ഹംഗറിയുടെ പാർലമെൻറ്റ് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ അത് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അകത്ത് കയറാനാണ് എല്ലാവരും നിൽക്കുന്നത്. അകത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കണം. നമ്മളും ക്യൂ നിന്ന് നിൽക്കുമ്പോൾ നല്ല തിരക്കാണ്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങ് ബാക്ക് വരെ നമുക്ക് കാണാം ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഇതിനകത്ത് കയറാൻ വേണ്ടി. ഇങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ ഇത് പൈസ കൊടുക്കണം എന്നവരുടെ നാഷണൽ ഡേ ആയതുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് കാണാൻ വേണ്ടി ആൾക്കാരെല്ലാവരും വന്ന് നിൽക്കുകയാണ്. കാരണം അത്രയും പഴക്കമുള്ള, അത്രയും റെസ്പെക്റ്റോടെ അവർ കരുതുന്ന ഒത്തിരി പഴക്കമുള്ളൊരു പാർലമെൻറ്റ് മന്ദിരമാണത്. പക്ഷേ നമുക്ക് അകത്ത് നമുക്ക് കാണാം കൊടികളൊക്കെ പാറികളൊക്കെ കാണാം. ഹംഗറിയുടെ ഫ്ലാഗൊക്കെ കാണാം. നമുക്ക് നടക്കുമ്പോൾ വെള്ളം പറയുന്നു. അകത്ത് കയറി കഴിയുമ്പം നമുക്ക് ഒരു സ്വർണത്തിൻ്റെ ഒരു പാലസ് പോലെ തോന്നും. കാരണം ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഒരു സ്വർണത്തിൻ്റെ ഒരു കൊട്ടാരം പോലെ. ഫുള്ള് സ്വർണം ഫർണിച്ചറാണോ അതോ സ്വർണ്ണമാണോ നമുക്കറിയില്ല. കാരണം അത്രയും ഭംഗിയോടെ അത് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ അത്രയും പഴക്കം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കല്ലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും നടന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഫുള്ള് ലൈറ്റ് സ്വർണത്തിൻ്റെ ആ ഒരു കളറ് എടുത്തെറിയുന്നുണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ. അതവിടെ ഒരു ഫുള്ള് നിങ്ങളുടെ ഒരു ഇത് ആർക്കിടെക്ചർ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് ഒരു ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കാണാം. അതുകൊണ്ട് ഫുള്ള് ഹംഗറിയുടെ ആ ഒരു പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ ഇത് അതിന് വീണ്ടും നമ്മൾ നടക്കുകയും സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ആൾക്കാരൊക്കെ ഫോട്ടോ വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. വേറെ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കാണാൻ വേണ്ടി. ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ കാഴ്ചകളെന്ന് വെച്ചാൽ നല്ലൊരു ഭംഗിയിലുള്ള ലൈറ്റുകൾ, വെട്ടം, ആ പടികൾ, മാർബിൾസ്, അതേപോലെ ആ സ്വർണത്തിൻ്റെ കളർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ നടന്ന സ്റ്റെപ്പെല്ലാം കയറി ചെല്ലുമ്പോൾ മേളിൽ കുറേ ഫോട്ടോസ് ഫ്രെയിംസൊക്കെ വെച്ചിട്ടുണ്ട്. മേളിലിങ്ങനെ നമുക്ക് ഓരോ മധ്യത്തെ ടോപ്പിലും കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല 1000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് എന്താണ് ഇത്ര പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് നമ്മുടെ ഒരു ക്രൗൺ, നമ്മുടെ ഈ ജയിലർ സിനിമയ്ക്കത് കണ്ടില്ല, ലാസ്റ്റിൽ മറ്റേ പോയിട്ട് ഒരു ക്രൗൺ ഇങ്ങനെ എടുക്കുന്നത്, അതുപോലെ ഒരു ക്രൗൺ ഇതിനകത്ത് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അത് കാണാനാണ് എല്ലാവരും ഇങ്ങനെ വരുന്നത്. ക്രൗൺ പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം അത് കാണാൻ പറ്റുമെന്ന്. അവിടെ ഇന്ന് നോക്കി നല്ല ഹൈറ്റുണ്ട്, അതേപോലെ നല്ല ഭംഗിയുണ്ട്. അത് നമുക്കും കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയില്ല. അതിൻ്റെ അകത്തെ ഇൻറ്റീരിയറും ആ ആർക്കിടെക്ചറും ഒക്കെ കാണാൻ വേണ്ടി ആൾക്കാർ ശരിക്കും ഒത്തിരി നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും അകത്തോട്ട് കയറി പോകും തോറും കാഴ്ചകൾ നമുക്ക് പക്ഷേ ഒരു പാർലമെൻറ്റായിട്ട് തോന്നത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചൊരു പാർലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പോലെ കസേരയൊക്കെ ഇട്ടിട്ട് മറ്റേ ഈ പാർലമെൻറ്റ് മെമ്പേഴ്സൊക്കെ അടുത്ത MP മാരൊക്കെ ഇരിക്കുന്ന തരത്തിലുള്ളൊരു പാർലമെൻറ്റാണ് പ്രതീക്ഷിച്ചത്. ഇതൊരു പാലസാണ്. പക്ഷേ പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇതൊരു പാർട്ട് മാത്രമാണ്. ഇതിനകത്ത് തന്നെ അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ പാർലമെൻറ്റിൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പാർലമെൻറ്റ് MP മാർക്കൊക്കെ ഇരിക്കാൻ തരത്തിലുള്ള രീതിയിലുള്ള പാർലമെൻറ്റ് സെക്ഷനുണ്ട്. അതിനോട്ട് ഇപ്പം നമുക്കിന്ന് അനുവദനീയമല്ല അകത്തോട്ട് കയറി പോകാൻ. അപ്പോൾ നമ്മൾ പിന്നെ മുന്നോട്ട് നടക്കുന്ന ചില ഭാഗങ്ങളോട്ടൊന്നും ഇത് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, കയറി അകത്തോട്ട് പോരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. മുന്നോട്ട് പോകുന്തോറും ആ ഭംഗി നമുക്ക് വല്ലാത്ത ഫീലാണ്. കാരണം അത്രയും വലിയ പഴക്കമുള്ള ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ കയറുക എനിക്ക് ഞാനിതൊരിക്കലും പ്രതീക്ഷിക്കുന്നത്. അകത്തോട്ട് കാണുന്ന പ്രദേശമുണ്ടല്ലോ, അവിടെയാണ് ഒരു ക്രൗൺ ഇരിപ്പുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഫോൺ അലൗഡല്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവർ പറയുന്നുണ്ട് ഫോൺ യൂസ് ചെയ്യരുതെന്ന്. അതിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെളിവശത്തെല്ലാം ഫോൺ യൂസ് ചെയ്യാം. നമ്മളെല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്ത് നോക്കാൻ വേണ്ടി കുറച്ച് പേര് ഒളിഞ്ഞു നോക്കും. ഞാൻ എന്തോ നോക്കാൻ ചെന്ന് ഞാൻ നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഞാൻ പോയപ്പം കണ്ടത് നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ പഴയ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ പഴയ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ 2 സൈഡിലൊക്കെ കസേരയൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ. ഈ രാജാവ് ഫ്രണ്ടിൽ ഇരിക്കും, അതേപോലെ ബാക്കി 2 സൈഡിലും കുറേ കസേരയൊക്കെ ഇട്ട് ആൾക്കാർക്ക്, മന്ത്രിമാർക്ക് അതുപോലെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം, അതുപോലത്തെ ഒരു സ്ഥലം. അത് അടച്ചിട്ടേക്കോ. പക്ഷേ അതിനകത്തൊരു കയറാൻ എനിക്കത് പഴയ കിങ്ങുള്ള സമയത്ത്
യൂസ് ചെയ്തിരുന്ന സ്ഥലമായിരിക്കാം അതാണ് അതങ്ങനെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നടക്കാൻ തുടങ്ങി. അകത്തെ പാർലമെന്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണും. അകത്ത് വലിയ വോയിസും ക്യാമറയൊന്നും ചില ഭാഗത്ത് പറ്റത്തില്ല, അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് പറയുന്നത്. എങ്ങനെയുണ്ടോ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, സെൻറ്റ് സ്റ്റീഫൻ എന്ന് വെച്ചാൽ ആദ്യത്തെ രാജാവിൻ്റെ ഓർമ്മ, അല്ലെ അവരുടെ നാഷണൽ ഡേ ആയിട്ടാണ്, ഫൗണ്ടേഷൻ ഡേ ആയിട്ടല്ല, ഹംഗറിയുടെ ഫൗണ്ടേഷൻ ഡേ. നമ്മുടെ സ്വാതന്ത്ര്യം പോലെയാണ് ഇവർ കൊണ്ടാടുന്നത്. ഇവരെ ആഘോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട്, ഫയർ വർക്ക്സ്, അതേപോലെ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. നൈറ്റ് ധനൂപ് റിവറിൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഇതൊരു സിറ്റി അട്രാക്റ്റീവ് പോയിൻ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹംഗറിയിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ കാണണം എന്ന് ഞാൻ പറയുന്ന ഒരു സ്ഥലമാണ് പാർലമെൻറ്റ്. കാരണം ഇത് നിൽക്കുന്ന അവർ പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു പൊസിഷനും അതേപോലെ ആ ഒരു പണിഞ്ഞു വെച്ചേക്കുന്ന രീതിയും അത് വ്യത്യസ്തമാണ്. കാരണം ഒരു നഗരത്തിന് ഏറ്റവും മധ്യഭാഗത്ത് നമ്മുടെ ഒരു നദിയുടെ അവരുടെ ഏറ്റവും വലിയ ധനൂപ് റിവറിൻ്റെ സൈഡ് വശത്തായിട്ട് നല്ല അടിപൊളി ഓപ്പോസിറ്റ് നിന്നാൽ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു വലിയൊരു പാർലമെൻറ്റ് മന്ദിരം. അത് പണിഞ്ഞ രീതിയും ആ ചെയ്ത രീതിയും എല്ലാം നല്ലൊരു ചിന്താശേഷിയോടാണ് പണിഞ്ഞിരിക്കുന്നത്. അകത്തും അതേപോലെ അതേ ആർക്കിടെക്ചറും അതേ ഒരു രീതിയിലും, എന്ന് വെച്ചാൽ അത്രയും പണ്ട് കാലത്ത് രാജാവിൻ്റെ ആ രീതിയിലുള്ള ഒരു കെട്ടിടം, കൊട്ടാരം പോലെ തന്നെയാണ് അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊട്ടാരമായിട്ട് കാണാം. ഇപ്പോൾ ഈ കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരു കൊട്ടാരം, പഴയകാല ഹംഗറിയൻ രാജാവിൻ്റെ ഒരു കൊട്ടാരമായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇത് പാർലമെൻറ്റാണ്. ഹംഗറിയൻ ഇവരുടെ ഒരു പ്രൈഡ് ഓഫ് ഹംഗറിയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഇത് കാണുന്നുണ്ട്. ഇന്ന് ഫ്രീ ആണ്, അല്ലാത്ത ദിവസവും പൈസ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. പൈസ കൊടുത്ത് കയറുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പൈസ കൊടുത്ത് നമ്മൾ ബാക്കി ഭാഗങ്ങളൊക്കെ കാണിക്കുമല്ലോ എന്ന് അറിയുന്നത്. പൈസ കൊടുക്കും നോർമൽ ആയതുകൊണ്ടാണോ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. എല്ലായിടത്തും പോലീസും അതും ആൾക്കാർക്ക് നിൽപ്പുണ്ട്, ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, അതുപോലെ കമൻറ്റ് ഇടാൻ മറക്കില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഇതുവരെ ഒരു പാർലമെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് പിന്നെ കിട്ടത്തില്ല, എപ്പോഴും കിട്ടുന്ന ഒരു സന്ദർഭമല്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ മറ്റുള്ളവരേക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും നമ്മുടെ ചെക്കിങ് ഉണ്ട് അവിടെ. അത് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. നമുക്ക് എന്തായാലും പോകാം. ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഓക്കെ.